മുത്തുമോന്റെ ഉള്ളിൽ പൊട്ടിപ്പോ ഇതേപോലെ നിങ്ങൾ ഇതേ കേമെന്ന് ഞങ്ങൾ എടുത്തില്ലേ, അവിടെ നിന്ന് എടുത്തില്ലേ, എല്ലാ സ്ഥലത്തുനിന്ന് എടുത്തു പോയില്ലേ. കുറഞ്ഞ ഒരാൾക്ക് വീട് വെച്ചു, ഞങ്ങളെ വീണ്ടും ആ കുഴിയിൽ തന്നെ ഇട്ടില്ലേ, വീണ്ടും ഇതേ പൊട്ടിയില്ലേ. എന്റെ കുട്ടി എവിടെ പോയോ അറിയുന്നുണ്ടോ? കരഞ്ഞവരൊന്നും ഇപ്പൊ ഇല്ല സാറേ, എനിക്ക് വേണ്ടി കരഞ്ഞവരെല്ലാം പോയി. ആ ഒന്നാമത്തെ പൊട്ടലിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ കരഞ്ഞു വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പൊട്ട് കേട്ടപ്പോ ആ ആൾക്കാരുടെ ശബ്ദം ഒന്നുമില്ല. കരഞ്ഞ് മറഞ്ഞവരും ഇപ്പോഴും കരയുന്നവരും ആയി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ബാക്കി പത്രം തുടരുകയാണ്. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം എന്താണ് ഇന്ന് മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ അപ്ഡേറ്റ് എന്നാണ് അറിയേണ്ടത്. ദുരന്തത്തിൽ മരണം 361 ആയിട്ടുണ്ട്. ഇന്ന് 14 മൃതദേഹം കൂടിയാണ് തെരച്ചിലിൽ കണ്ടെത്തിയത്. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. തിരച്ചിലിനായി ഡൽഹിയിൽ നിന്ന് കൂടുതൽ റഡാറുകൾ എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു സേവർ റഡാർ, 4 റെക്കോ റഡാറുകൾ എന്നിവയാണ് എത്തിക്കുക. 40 ടീമുകൾ 6 സോണുകളിലായാണ് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നത്. 3 മൃതദേഹവും 13 ശരീരഭാഗവും ഉൾപ്പെടെ 16 മൃതദേഹങ്ങളാണ് ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതോടെ ഇതുവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 205 ആയിട്ടുണ്ട്. നമ്മോടൊപ്പം നിഷാദ് റാവുത്തർ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ചേരുകയാണ്. നിഷാദ്, ഇന്നത്തെ ദിവസത്തെ എങ്ങനെ ചുരുക്കാം മുണ്ടക്കൈ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം? പ്രമോദ്, നമ്മളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരച്ചിലും അതിനുണ്ടാക്കുന്ന റിസൾട്ടും എന്താണ് എന്നതാണ്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരച്ചിലിന്റെ തോത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ അപകടമുണ്ടായി ആളുകളെ ഇത് അഫക്റ്റ് ചെയ്ത പ്രദേശത്ത് ബോഡികൾ കണ്ടെടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലുള്ള പുഞ്ചിരിമട്ടത്തായിരുന്നു. അവിടെ നിന്ന് ഒരു ബോഡി പോലും കണ്ടെടുത്തില്ല. 50-ലധികം വീടുകൾ തകർന്നുപോയി എന്ന് പ്രാഥമികമായി കരുതുന്ന അവിടെ ഇതിൽ കൂടുതൽ ബോഡികൾ ഉണ്ടാകുമെന്ന സംശയത്തെ തുടർന്നുള്ള വലിയ പരിശോധന നടത്തിയിരുന്നു. ഒരു കുളത്തിൽ ബോഡി കിടക്കുന്നു എന്ന് വിചാരിച്ച് അവിടെ പരിശോധന നടത്തി. സൈന്യം അവിടെ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് കാര്യമായി പരിശോധിച്ചു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ബോഡികൾ മുഴുവനും അല്ലെങ്കിൽ ബോഡികളിലേറിയ പങ്കും ഒലിച്ചു പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പാറക്കെട്ടുകൾ പോലെയുള്ള പ്രദേശങ്ങൾക്ക് മീതെ കൂടി 2 ആൾ 3 ആൾ പൊക്കത്തിൽ വെള്ളം ഒഴുകിയിരുന്നു. ഏതാണ്ട് 1/4 മണിക്കൂർ നേരം അത്രയും ഉയരത്തിൽ വെള്ളം ഒഴുകിയത് കൊണ്ട് തന്നെ ആ ഒഴുക്കിനൊപ്പം ബോഡികൾ പുറത്തേക്ക് ഒലിച്ചുപോയി കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘം പറയുന്നത്. അവരിപ്പോൾ പരിശോധിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ ഈ വളവുകളിലേക്ക് വരുമ്പോൾ, അതായത് ഈ നദികളിലോ പുഴകളിലോ അതിവേഗത്തിൽ ഒഴുകുന്നതിനകത്ത് ബോഡികൾ ഉണ്ടെങ്കിലും വളവുകളിൽ ഫോഴ്സിൽ വ്യത്യാസം വരുമ്പോൾ ബോഡികൾ ഒരുപക്ഷെ പുറത്തേക്ക് തെറിച്ചു വീണേക്കാം. അത്തരം പ്രദേശങ്ങളിൽ സംശയത്തോടുകൂടി പരിശോധിക്കുന്നുണ്ട്. അതർവൈസ് ഏതാണ്ട് ഇനി കണ്ടെടുക്കാനുള്ള മൃതദേഹങ്ങളിൽ അധികവും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് അതിൻ്റെ സൂചന കൂടിയാണ് എന്ന് രക്ഷാദൗത്യ സംഘവും അഡ്മിനിസ്ട്രേഷനും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. അതുമാത്രവുമല്ല, ഇതുവരെ ഫോക്കസ് ചെയ്യാത്ത ചില പ്രദേശങ്ങളുണ്ട്. ഉൾപ്രദേശങ്ങളിലേക്ക് പോയിട്ടുള്ള പരിശോധനയിൽ പൂർണ്ണമായും ഒഫീഷ്യൽ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടില്ല. ആളുകൾ സ്വന്തം നിലയ്ക്കും സന്നദ്ധ സംഘങ്ങൾ സ്വന്തം നിലയ്ക്കുമുള്ള പരിശോധനയാണ് ഉൾപ്രദേശങ്ങളിൽ നടത്തുന്നത്. അവിടേക്ക് NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെയും പ്രൊഫഷണൽസിൻ്റെയും സഹായം ആവശ്യമുണ്ട്. ഒരുപക്ഷെ നാളെ മുതൽ അത്തരം മേഖലകളിലേക്ക് കൂടി അന്വേഷണം ഊർജിതമാക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ദുരന്ത മേഖലയിൽ പുഞ്ചിരിമട്ടത്തും അതിന് താഴെ മുണ്ടക്കൈയിലും അതിന് താഴെ ചൂരൽമലയിലും വില്ലേജ് റോഡിലുമെല്ലാം പരമാവധി കണ്ടെടുക്കാൻ കഴിയുന്ന ആളുകളുടെ മൃതദേഹം കണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. എന്നുവെച്ചാൽ ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഏതാണ്ട് 80% പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈയിൽ ഇന്നലെ ഒരു റഡാർ സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശം മുഴുവൻ കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. അവിടെ ഒരു മോസ്കിന്റെ മുമ്പിൽ നിന്ന് സംശയത്തെ തുടർന്ന് 4 പേരുടെ മൃതദേഹത്തിന് വേണ്ടി വലിയ ഭഗീരഥ പ്രയത്നം തെരച്ചിലിന് വേണ്ടി നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കി വന്ന മൃതദേഹങ്ങൾ ഒലിച്ചു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ താഴെ പരിശോധന നടത്താം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയില്ല. സർക്കാർ പറയുന്നത് എന്തായാലും ഇന്ന് തെരച്ചിൽ
തെരച്ചിലിലേക്ക് ആ തോത് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. പഴയതുപോലെ ആളുകൾ വലിയ തോതിൽ വിശാലമായി തെരച്ചിൽ നടത്തുന്നതിൻ്റെ കാഴ്ച എവിടെയും കാണാനില്ല. ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു എന്ന മൂഡിലേക്ക് പൊതുവെ രക്ഷാദൗത്യ സംഘം മാറുന്നുണ്ട്. ആളുകളുടെ ചൂണ്ടിക്കാണിക്കൽ അല്ലെങ്കിൽ പ്രത്യേകമായി സംശയമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാത്രമായി പരിശോധന പരിമിതപ്പെട്ടതിൻ്റെ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വിചാരിക്കാം. കവളപ്പാറയിൽ നമ്മൾ ആഴ്ചകളോളം അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ആഴ്ചകളോളം നീണ്ട ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല. എന്തായാലും സർക്കാർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഇവിടുത്തെ പരിശോധനയും തരത്തിലും അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പഴയ ഒരു നിലവാരത്തിലോ പഴയ ഒരു തോതിലോ പരിശോധന തുടരാനുള്ള സാധ്യത കുറവായിരിക്കും. ഇന്നിപ്പോൾ വൈകുന്നേരത്തോ ഒരു 4 മണിയോട് കൂടി തന്നെ പുഞ്ചിരിമട്ടത്തെയും ഒപ്പം മുണ്ടക്കയിലെയും പരിശോധന അവസാനിപ്പിച്ച് NDRFന്റെയും ആർമിയുടെയും ഒക്കെ സംഘം മടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇനിയൊരു സമയബന്ധിതം ഓരോ ദിവസവും ഇത്ര സമയത്തെ പരിശോധന എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒപ്പം കാണേണ്ട കാര്യം ഈ കാഷ്വാലിറ്റിയെ കുറിച്ചാണ്. കാഷ്വാലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് 348 വീടുകൾ തകർന്നതാണ്. 348 വീടുകളല്ല തകർന്നിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം പുഞ്ചിരിമട്ടത്ത് മാത്രമായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകൾ മുഴുവൻ തകർന്നു പോയതാണ്. മുണ്ടക്കയിലെ വീടുകളുടെ എണ്ണത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. കാരണം അത് ഒരു ജംഗ്ഷനിൽ ഏരിയ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം താഴേക്ക് വന്നാലും തകർന്നുപോയ വീടുകളുടെ എണ്ണം എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ അതിൽ കൂടുതൽ വീടുകളുണ്ട്. 600ഓളം വീടുകളെങ്കിലും ഇതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം 400 വീടാണെങ്കിൽ കൂടി ഒരു വീട്ടിൽ 4 പേരെന്ന കണക്കിൽ 1600 പേരെങ്കിലും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അതിൽ കണ്ടെടുത്ത ആളുകളും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുമുണ്ട്. എന്നാലും കണക്കുകൾക്കകത്ത് ഇനിയും വർധന വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അത് പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇവിടെയുള്ള ഈ പാടികളിലെ ആളുകളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല എന്ന പ്രശ്നമുണ്ട്. അവിടെ തൊഴിലാളികളായി വന്നിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ കണക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായും റെസ്റ്റോറൻറ്റിൽ സ്റ്റാഫായും ഒപ്പം തന്നെ നിർമ്മാണ തൊഴിലാളികളുമായി വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള നേപ്പാളിൽ നിന്ന് വന്ന ആളുകൾ നമ്മളെ മണിപ്പൂരിൽ നിന്ന് അടക്കം വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ കണക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ കണക്ക് കൃത്യമായ കണക്ക് കോൺട്രാക്ടർമാരിൽ നിന്ന് കിട്ടുന്നില്ല. ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കണക്കുകൾ കിട്ടുന്നതിനുള്ള പരിമിതിയുണ്ട്. ഇവയെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു നമ്പറിലേക്ക് കാഷ്വാലിറ്റി പോകുമെന്ന് ഇപ്പോൾ ഒരു അനുമാനമുണ്ട്. ഗവൺമെൻറ് ഒരുപക്ഷെ ആ കണക്കിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുമായിരിക്കും. ആക്ച്വലായിട്ടുള്ള കണക്ക് നമ്മൾ ഇപ്പോഴും ഇനിയും സമ്പാദിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണേണ്ട കാര്യം. അതുകൊണ്ട് വിചാരിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും കാഷ്വാലിറ്റി എന്നത് ഉറപ്പായിരിക്കെ തന്നെ എല്ലാവരുടെയും മൃതദേഹം കണ്ടെടുക്കാനുള്ള സാധ്യത തുലവും തുച്ഛമായിരിക്കുന്നു. ഇപ്പോൾ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ പലതും ഛിന്ന ഭിന്നമാക്കപ്പെട്ടതും ശരീരഭാഗങ്ങൾ മാത്രവുമാണ്. അതുകൊണ്ട് അവ പൂർണ്ണമായും കണ്ടെടുക്കുക എന്നതും വലിയ വെല്ലുവിളിയാണ്. ഒരു ശരീരഭാഗം കണ്ടെത്തിയാൽ അതൊരു മൃതദേഹമായി കണക്കൂട്ടിയാണ് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ആ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സങ്കീർണതകളും എല്ലാ തരത്തിലുള്ള ഗുരുതരാവസ്ഥയും ഈ ദുരന്തത്തിലും നമ്മൾ ഈ നിമിഷം കാണുന്നുണ്ടെന്ന് കൂടിയാണ് എടുത്തു പറയേണ്ടത്. പ്രമോദ്. ഓക്കെ, നിഷാദ്, ഒരു കാര്യം മാത്രം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചാലിയാർ പുഴയിലാണ് ഇനി തെരച്ചിൽ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടി വരിക. മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് ഈ സൂചിപ്പാറ, അതുപോലെ പിന്നെ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുള്ളതും ഒരുപാട് വനം നിറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് കൂടുതൽ ജഡങ്ങൾ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഒരുപക്ഷെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുക എന്നൊരു സംശയം നിലനിൽക്കുന്നു. എങ്കിൽ അവിടെ പരിശോധന നടത്താൻ നമ്മുടെ സാധാരണ ഫയർ ആൻഡ് റെസ്ക്യൂവിനോ അല്ലെങ്കിൽ പോലീസിനോ ഒന്നും കഴിയില്ല. അവിടെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ സൈന്യം തന്നെയായിരിക്കുമോ, സൈന്യത്തിൻ്റെ അത്യാധുനിക സംവിധാനങ്ങൾ വേണ്ടി വരുമോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളൊരു ആസൂത്രണം ആലോചിക്കുന്നത്? സത്യത്തിൽ പ്രമോദ്, നമ്മൾ അത്തരം ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പരിശോധന പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ചേഞ്ചിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നാളെയും എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. പുഞ്ചിരിമട്ടത്തായാലും കൊള്ളാം, അതിന് താഴെ മുണ്ടക്കയിലും ഏറ്റവും താഴെ ഈ ചൂരൽമലയിലുമെല്ലാം തെരച്ചിൽ തുടരാൻ തന്നെയുള്ള തീരുമാനമാണുള്ളത്. കാരണം ഇത്രയും ഒരു ഡിവാസ്റ്റേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ പരിശോധന നടത്താതെ സർക്കാരിന് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ചാലിയാറിലും ജഡങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം തുടരും. നമ്മൾ പക്ഷേ സർക്കാരിൽ തന്നെയുള്ള അഡ്വൈസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അടിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ഈ ഉൾപ്രദേശങ്ങളിലാണ്. അവിടെ കൂടുതൽ പ്രൊഫഷണൽ സ്കില്ലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ഒരു ഫോക്കസ് അങ്ങോട്ടേക്ക് വരുന്നതിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം നമ്മൾ കണ്ടു, ചില ആളുകൾ കുടുങ്ങിപ്പോവുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ രക്ഷപ്പെടുത്തുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ അതൊരു സൂചനയായി മാറുകയും അതിലേക്ക് സർക്കാർ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതർവൈസ് നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ നിന്ന് ഇനിയും കൂടുതലായൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇവിടുത്തെ ചുമതലയുള്ള ആൾക്കാരുടെ പോലീസിനോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴും അവർ പറയുന്നത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ 80% കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്നാണ്. അപ്പോൾ റഡാറുകൾ കൊണ്ടുവന്നാലും റഡാറുകളുടെ ആക്യുറസിയുമായി ബന്ധപ്പെട്ട് പലതരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമുക്ക് ആളുകളെ കണ്ടെടുക്കാൻ കഴിയുമോ എന്നറിയില്ല. കേവലമായ കെട്ടിടാവശിഷ്ടങ്ങളല്ല, അതിന് മുകളിൽ 1-2 അടിയല്ല മണ്ണ് വന്നിരിക്കുന്നത്, മീറ്റർ കണക്കിന് ഉയരത്തിൽ മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റഡാറിൻ്റെ ആക്യുറസിക്ക് പ്രശ്നമുണ്ട്. ഒപ്പം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 5 ദിവസം പിന്നിട്ട ശേഷം മനുഷ്യ ശരീരങ്ങളെ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ എന്നാലും
എവിടെയും കണ്ടെടുക്കാത്തതും എവിടെയും ക്യാമ്പുകൾ വരാത്തതും പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയാത്തതുമായ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണവുമായി അവരുടെ ബന്ധുക്കൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ മുണ്ടക്കയിൽ നിന്ന് കണ്ട ഒരു കാഴ്ച, അവിടുന്ന് എക്സ്കവേറ്ററുകൾ അവരുടെ ജോലി നിർത്തി അവസാനിച്ച് പോകുമ്പോൾ ആളുകൾ വൈകാരികമായി ബഹളം ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രദേശത്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവിടെ തപ്പുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അവസാനം ഒരു എക്സ്കവേറ്റർ തിരികെ കൊണ്ടുവന്ന് വലിയൊരു ഭീമാകാരനായ എക്സ്കവേറ്റർ തിരികെ കൊണ്ടുവന്ന് ആ മസ്ജിദിന്റെ അവശേഷിക്കുന്ന മോസ്കിന്റെ ഒരു ഭാഗം ഇടിച്ചു കളഞ്ഞ് വീണ്ടും അവിടെ കുഴിച്ച് മറിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് പരിശോധന തുടരാൻ സർക്കാർ നിർബന്ധമാണ്. സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് ഇത് ഈ തോതിൽ അധിക ദൂരം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കേണ്ടത്. ഒപ്പം രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിലും ഇപ്പോൾ കുറവ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള കൂറ്റൻ പാറക്കെട്ടുകൾ മാറ്റുക, പരിശോധിക്കുക എന്നൊന്നും അവർക്ക് സാധ്യമല്ല. അവരിപ്പോൾ കാഴ്ചക്കാർ മാത്രമാണ്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നോക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ലിമിറ്റഡ് ആണ്. ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ ആ നിലയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആളുകൾ ഇത് ഇട്ടെറിഞ്ഞ് പോയിട്ടില്ല. എന്നാലും നമ്മൾ കാണുന്ന ഒരു സങ്കീർണത ഇതാണ്. അതുകൊണ്ട് ഒരു കണക്കുണ്ടാക്കി ആ കണക്ക് അവതരിപ്പിച്ച് സർക്കാരിനെ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി നിഷാദ്, അവിടെ നിന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് നിഷാദ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. പക്ഷേ അതേസമയം തന്നെ തിരച്ചിലിൻ്റെ ഒരു ഗതി മാറേണ്ട സാഹചര്യവും കൂടി രൂപപ്പെട്ട് വരികയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ മണ്ണിനടിയിലുള്ള അന്വേഷണത്തിന് ഒരു പരിമിതിയുണ്ട്. ഇത്രയും താഴേക്ക് മണ്ണിലടിയിൽ അടിഞ്ഞുപോയ മൃതദേഹങ്ങൾ ഇനി എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചാലിയാറിൽ അതുപോലെ തന്നെ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിലേക്ക് അത് കുറെ കൂടി കുത്തനെ കിഴക്കാന്തോക്കായി നിൽക്കുന്ന സൂചിപ്പാറയിലെയും അതുപോലെയുള്ള പ്രദേശങ്ങളിലേക്കും ഉൾവനങ്ങളിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിന് സഹായകരമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സ്പെഷ്യൽ എഡിഷൻ കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പുനരധിവാസം എന്നതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള വലിയൊരു ദൗത്യം എന്നത്. ഈ തിരച്ചിൽ അതുപോലെ അത് തുടരുകയും അതിനോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായമെത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഭാവി എന്താണ്, അവിടെ സർവൈവ് ചെയ്ത ആളുകൾക്ക്, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുടെ ഭാവി എന്താണ് എന്ന കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിയേണ്ട സമയമായിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് അതാണ്. അപ്പോൾ നമുക്കിവിടെ പരിശോധിക്കേണ്ടത് ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കണമെങ്കിൽ എത്ര വലിയൊരു ദൗത്യമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്. അതിൻ്റെ അളവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ എന്താണ് എന്നത് നമുക്ക് ആകുന്നതും പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഏതൊക്കെ വിധത്തിലുള്ള പങ്കാളിത്തമാണ് ആവശ്യമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട്. നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് CPM നേതാവ്, വയനാട്ടിലെ CPM നേതാവായ CK ശശീന്ദ്രൻ, കൽപ്പറ്റ MLA T സിദ്ദിഖ്, അതുപോലെ തന്നെ ഡോക്ടർ S മുഹമ്മദ് ഇർഷാദ്, ദുരന്ത നിവാരണ വിദഗ്ധനാണ്. അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ ഡിസാസ്റ്റർ സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. ഓക്കെ, ഞാൻ ആദ്യം ശ്രീ T സിദ്ദിഖിലേക്കാണ് വരുന്നത്. MLA എന്ന നിലയിൽ ഇപ്പോൾ അവിടെ ഈ കൽപ്പറ്റ ഉൾപ്പെടുന്ന, ആ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ ദുരന്തത്തിന്, ഈ വലിയ ദുരന്തത്തിന് ഇരയായത്. താങ്കൾ ആ ദുരന്തമുണ്ടായതിന് തൊട്ട് പുറകെ തന്നെ അവിടെ എത്തുകയും അവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ
നിയന്ത്രിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്ത ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ടി സിദ്ദീഖ്, നമ്മളിപ്പോൾ ഈ പുനരധിവാസ പ്രവർത്തനത്തെ മുന്നിൽ കാണുമ്പോൾ അതിൻ്റെ ഭരണതലത്തിലുള്ള ആലോചനകൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് എത്രത്തോളം വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. എത്ര ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടി വരും, എത്ര ഭൂമി അതിന് വേണ്ടി വരും, അല്ലെങ്കിൽ എത്രത്തോളം മുന്നൊരുക്കം അതിന് വേണ്ടി വരും? ഈ നിലയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തിയും ആഴവും എത്രത്തോളം ആയിരിക്കുമെന്നാണ് താങ്കൾക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന്, കേരളം കണ്ട ഏറ്റവും വിഷമകരമായിട്ടുള്ള ഈ ദുരന്തം, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയും പരിപാടിയും കൃത്യതയോടുകൂടി ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളെയും കോർത്തിണക്കാനുള്ള വലിയ ഒരു സന്നാഹ പ്രവർത്തനം, അതിൽ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതായ സുരക്ഷിതമായ സ്ഥലം ലഭ്യമാകുന്ന നടപടികൾ മുതൽ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങൾ മുതൽ, വീടുകൾ മുതൽ, അനുബന്ധ അമ്യൂണിറ്റീസ് സൗകര്യങ്ങൾ മുതൽ, അതിൻ്റെ സാമ്പത്തിക സംവിധാനം, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ എല്ലാ മേഖലകളും, അവിടെ വലിയൊരു വിഭാഗം ആളുകൾ അവിടെയുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ്, അവിടെ കൃഷി, ഇതൊക്കെയായി മുന്നോട്ട്, അതെല്ലാം നശിച്ച് മുന്നോട്ട് പോകും. അവരുടെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അതിവിപുലമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതിനു വേണ്ടി ആവിഷ്കരിക്കണം. പുനരധിവാസം എന്നുള്ളത് കേവലം ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല. പുനരധിവാസം സമഗ്ര തലത്തിൽ എല്ലാ തലങ്ങളിലും, മാനസികമായും അവരുടെ ജീവിതക്രമവുമായും, അവരുടെ ഭവനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹ്യ വികാസത്തിന് വേണ്ടിയിട്ടുള്ള അടിത്തറ, അങ്ങനെ തുടങ്ങി എല്ലാ തലത്തിലുമുള്ളതായ ഒരു സമഗ്ര പുനരധിവാസ പദ്ധതിയാവണം അത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. ഇതിൽ നിലവിൽ 2-3 ഫേസായി നമ്മൾ ഇതിനെ കാണണം. ആദ്യം ആരംഭിച്ചതായ പ്രധാനപ്പെട്ട ദൗത്യം ജീവനുള്ളതായിരിക്കുന്ന ആളുകളെ മുഴുവൻ പുറത്തെത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യവും പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ദൗത്യമാണ് ആദ്യത്തെ ഫേസിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിൽ ക്യാമ്പ് മാനേജ്മെൻറ്റും, ക്യാമ്പ് അതിൻ്റെ കൂടെ തന്നെ ആരംഭിച്ചു, പക്ഷേ ക്യാമ്പ് മാനേജ്മെൻറ്റും പരിക്കേറ്റവരുടെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്യാമ്പ് മാനേജ്മെൻറ്റ്, ഇവരെ അവിടെ നിന്ന് ബോഡീസ് റിക്കവർ ചെയ്തെടുക്കാനുള്ള നടപടികൾ, ഈ കാര്യങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായി മുന്നോട്ട് പോയി. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇനി ഉണ്ടാകും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത്. ഞാനിപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സർവകക്ഷി യോഗവും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗവും അവിടെ മതധർമ്മ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ സംഘടനകളുടെ യോഗവും ഒരുമിച്ച് വിളിച്ചു ചേർത്ത് അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് മുഴുവൻ അവിടെ ഒരു പൊതു ശ്മശാനമുണ്ടാക്കി അവിടെ അടക്കം ചെയ്യാൻ, എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യാനുള്ള നടപടികൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മിറ്റിയും ഉണ്ടാക്കി കഴിഞ്ഞ് മന്ത്രിമാരുമായിട്ടുള്ള ചർച്ച കലക്ടറേറ്റിൽ പൂർത്തീകരിച്ചാണ് ഞാൻ മീഡിയ വണ്ണിൻ്റെ ചർച്ചയ്ക്ക് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്യാമ്പ് മാനേജ്മെൻറ്റ് 1, 2 ആളുകളുടെ ഒരു ഹൈ മെൻ്റൽ ട്രോമ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ആ മാനസിക ആഘാതത്തിൽ നിന്ന് അവരെ മുക്തമാക്കാനുള്ള നടപടി. 3 അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അനുബന്ധ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് നീക്കാനുള്ള നടപടികൾ. ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് ഫേസിൽ ഹീലിംഗ് പ്രോസസ്സ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നു. മൂന്നാമത് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം സമ്പൂർണ്ണമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ, കൃത്യതയോടുകൂടി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ സംവിധാനം, ഗ്ലോബലി നമുക്ക് മാതൃകയായി എടുത്തു കാണിക്കാവുന്ന ഏറ്റവും നല്ല ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ്, പുനരധിവാസ പാക്കേജ് അവർക്കുണ്ടാവുക എന്നതാണ്. ആ പാക്കേജുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയം ആയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു, ഭരണതലത്തിൽ അതിൻ്റെ ആലോചനകൾ ആരംഭിച്ചു എന്നുള്ളത്. അത് താഴെ തലങ്ങളിലേക്ക് കൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് അതിനുവേണ്ടി ഉണ്ടാകും. ഇന്ന്
ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററും അതുപോലെ OR കേളു, CK ശശീന്ദ്രൻ ഈ 3 മന്ത്രിമാരുമായി ഞാനും ശ്രീ IC ബാലകൃഷ്ണൻ MLA യും ചർച്ച നടത്തി. ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആലോചനകൾക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെ ഒരു സമീപനവും നമ്മുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയും ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. ഒന്ന്, പുത്തുമല ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നമുക്ക് കാലതാമസം വന്നിട്ടുണ്ട്. കവളപ്പാറയിൽ തീർച്ചയായിട്ടും ആ വിഷയങ്ങളിലേക്ക് വീട് ഉണ്ടാക്കാൻ ഒന്ന് ഇടപെടുകയാണ്. ആ വിഷയങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ താങ്കളുടെ ഏകദേശ കണക്ക് ആണ് ഞാൻ ചോദിച്ചത്. അത് എന്തെങ്കിലും ഒരു കണക്കിലേക്ക്, ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കണക്കാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്രയും വീടുകൾ, അവിടെ ഒരു 600 വീടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത്. 500 വരെ എന്നൊക്കെയുള്ള കണക്ക് അവിടെ ലോക്കൽസ് അല്ലെങ്കിൽ പ്രദേശവാസികൾ അത് കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് നേരിട്ട് അറിയുന്നതാണ്. ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ അസസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം അറൗണ്ട് പൂർണ്ണമായും ഭാഗികമായും തകർന്നതായിരിക്കുന്ന വീടുകൾ അറൗണ്ട് 400-നടുത്ത് വരും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ പൂർണ്ണ തോതിലുള്ളതായിരിക്കുന്ന കണക്കെടുപ്പ് എല്ലാ തലത്തിലും നമ്മൾ KSEBയുടെ കണക്ഷൻ, റേഷൻ കാർഡിൻ്റെ എണ്ണം, പിന്നെ അതുപോലെ അംഗനവാടി ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ, ട്രൈബൽ ഉദ്യോഗസ്ഥന്മാരുടെ സമീപം, അങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ കൂടിയാലോചനകൾ, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയാണ് ഈ എണ്ണത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ എണ്ണത്തെ ഫിസിക്കൽ വെരിഫിക്കേഷൻ പൂർണ്ണമായി നടത്താൻ ഇപ്പോഴും പരിപൂർണതയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അറൗണ്ട് 500-ലേക്ക് നമുക്ക് മാക്സിമം അത് നിജപ്പെടുത്താൻ കഴിയും. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. പ്രശ്നം ഈ ഏരിയയിൽ ഇതിനു മുമ്പ് നിരവധി തവണ ഇതുപോലെയുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള, ഞാൻ MLA ആയ ഉടനെ പുഞ്ചിരിമട്ടം, ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിമട്ടം മേലെ ഭാഗത്ത് ഒരു വലിയ രീതിയിലുള്ളതായിരിക്കും, അവിടെ ചെറിയതായിരിക്കുന്ന പ്രശ്നം വന്നപ്പോൾ ഫ്ലഡിൽ പാലം തകർന്നുപോയി. ഞാൻ അത് കാണുന്നതിന് വേണ്ടി അവിടെ പോയപ്പോൾ അന്ന് അവിടെ ആ നദിയിൽ വലിയതായിരിക്കുന്ന വൻ പാറക്കല്ലുണ്ട്. ഒരു വീടിനേക്കാൾ വലിപ്പമുള്ള പാറക്കല്ലുണ്ട്. ഇന്ന് 100 കണക്കിന് പാറക്കല്ലുണ്ട്. അപ്പം പറഞ്ഞത് നേരത്തെ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ്. ആ ലാൻഡ് സ്ലൈഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുത്തുമല തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇത് നിരന്തരം നടക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ ആളുകളെ താമസിക്കാൻ പറ്റുമോ? ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഈ എഫക്റ്റഡ് ആയ ആളുകൾ മാത്രം മതിയോ? പോരാ. അതിന് ഒരു വിപുലമായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ക്യാമ്പിലുള്ളവരെ റെന്റഡ് വീടുകളിലേക്ക് ആദ്യം മാറ്റുകയും പിന്നീട് സ്ഥിരം പെർമനന്റ് വീടുകളിലേക്ക് അവരെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഇതിനെ ബാധിക്കുന്നതായ ഏരിയകളിലുള്ള ആളുകളുടെ റീലൊക്കേഷൻ കൂടെ നമ്മൾ ക്രമീകരിക്കേണ്ടതായ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ എത്ര പേര് വരെ, ഒരു ആളുകളുടെ കണക്ക് വെച്ച് എത്ര ആളുകൾ വരെ അതിൽ ഉൾപ്പെടേണ്ടി വരുമെന്നാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുക? പുഞ്ചിരിമട്ടം, മുണ്ടകൈ, അട്ടമല, ചൂരൽമല തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ട്രമർ ഏരിയ, ആ ഏരിയയിലുള്ളതായിരിക്കുന്ന എണ്ണം ക്രമീകരിക്കുമ്പോൾ ഈ 500-നേക്കാൾ കൂടുതൽ നമുക്ക് വരും. അതിൻ്റെ 3 വാർഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ മുഴുവൻ ഇതിൽ വരികയാണ്. അതിൽ വഴികളുള്ള, സുരക്ഷിതമായി താമസിക്കുന്നതായിട്ടുള്ള ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതായിരിക്കുന്ന ഏരിയയാണ് മാപ്പിംഗ് അനുസരിച്ച്, ജിയോളജിക്കൽ മാപ്പിംഗ് അനുസരിച്ച് കള്ളാടി ഏരിയ. ആ കള്ളാടി ഏരിയയിൽ, മാപ്പിങ്ങിന്റെ ഏരിയക്ക് പറയുന്ന കള്ളാടി ഏരിയയാണ്. ആ കള്ളാടി ഏരിയയിൽപ്പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് ഇത് ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമാണ്. നിരവധി തവണ ഇത് സംഭവിക്കുന്നു. ഈ സംഭവിച്ചതായിരിക്കുന്ന ഈ ഏരിയയിൽ ഇനി ആളുകൾ താമസിക്കുന്നതിന് ഉചിതമല്ല. അതുകൊണ്ട് ഈ ആളുകളുടെ ഹൗസ് ഹോൾഡ്സിന്റെ ടോട്ടൽ എണ്ണം എടുത്ത് ഫേസ് ടു ഫേസ് ആയിട്ട്, ഫസ്റ്റ് ഫേസ് ഇതിന്റെ ടോട്ടൽ എഫക്റ്റഡ് ആളുകൾ,
അതിൻ്റെ എണ്ണം അത് അറൗണ്ട് 500-ൽ കവിയില്ല, അറൗണ്ട് 500 ആകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 500 വീടുകളാണോ അല്ല 500 ആളുകളാണോ? 2. അതിൻ്റെ എഫക്റ്റഡ് ആയിട്ട് ഹലോ അല്ല 500 വീടുകളാണോ? 500 വീടുകളാണെങ്കിൽ അവിടെയൊക്കെ ഇപ്പോ ശ്രീ സിദ്ദിഖ് കേൾക്കാമെന്ന് കരുതുന്നു. 500 വീടുകളാണെങ്കിൽ അവിടെ ഒരു വീട്ടിൽ ഒരു 4-5 പേര് കാണുമല്ലോ. 400 വീടുകൾ ഇതില് ഭാഗികമായി തകർന്ന വീടുകൾ, താമസയോഗ്യമല്ലാത്തതായ വീടുകൾ 1. 2, പൂർണ്ണമായി തകർന്ന വീടുകൾ, വഴികളും മറ്റു കാര്യങ്ങളും എല്ലാം അടഞ്ഞ് ഒരിക്കലും താമസിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള വീടുകൾ. അത് ഒരടുത്തതായിരിക്കുന്ന പ്രശ്നം വന്നാൽ ഇമ്മീഡിയറ്റ് തകരുന്നതായിരിക്കുന്ന വീടുകളാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് 400-ലധികം വരും. മനുഷ്യരുടെ കാര്യമാണ് ചോദിക്കുന്നത്. വീടുകൾ ശരിയാണ്, വീടുകളുടെ മാത്രം നിർമ്മാണം അല്ലല്ലോ പുനരധിവാസം തീർച്ചയായിട്ടും. അപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ 2-3 ആളുകൾ ഇപ്പോൾ ബാക്കിയായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ആ കണക്കിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ഇപ്പൊ 18 ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. 18 ക്യാമ്പുകൾ. ഈ 18 ക്യാമ്പുകളിൽ 10 ക്യാമ്പുകളിൽ അധികമായി 1700 2000-ലധികം ആളുകൾ ഈ ക്യാമ്പുകളിൽ മാത്രമുണ്ട്. 3 വാർഡുകളിലാണ്. 2000-ലധികം ആളുകൾ തന്നെ ഈ 3 വാർഡുകളിലുമായി ഉണ്ട്. ഈ ആളുകളെ മുഴുവൻ റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫേസ് ടു ഫേസ് ആയിട്ട് മാത്രമേ സാധിക്കുള്ളൂ. ഒരു വലിയ ടൗൺഷിപ്പിലേക്ക് പോയി ഈ ആളുകളെ മുഴുവൻ ഒറ്റയ്ക്ക് ഒന്നിച്ച് താമസിപ്പിക്കുക എന്നുള്ളത് സാധ്യമായി എന്നുള്ളത് വരില്ല. അത് പ്രായോഗിക തലത്തിലേക്ക് ഈ കൺസെപ്റ്റ് ഇപ്പോൾ ഗവൺമെന്റ് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു, പുനരധിവാസം, അതൊരു ടൗൺഷിപ്പ് മോഡൽ. ആ ടൗൺഷിപ്പ് മോഡൽ ഉള്ളതായിരിക്കുന്ന അതിന്റെ ഇംപ്ലിമെന്റേഷൻ വിവിധ ഘട്ടങ്ങളിലൂടെ ക്രമീകരിച്ച് ഇത് പൂർണ്ണതോതിൽ ആക്കിയെടുക്കാൻ വളരെ കൃത്യമാണ് താങ്കൾ അക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഞാൻ തിരിച്ചെത്താം. ശ്രീ CK ശശീന്ദ്രൻ, ഇപ്പോൾ സർക്കാർ ഇതിനുള്ള ഭരണതലത്തിലുള്ള ആലോചനകൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു ദൗത്യമാണ് മുന്നിലുള്ളത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണോ നടപടികളിലേക്ക് കടക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ 2000-ൽ പരം ആളുകൾ, 500 വീടുകൾ, ഈ വീടുകളുടെ നിർമ്മാണം മാത്രമല്ലാത്തതുകൊണ്ട് അവരുടെ മറ്റു വിധത്തിലുള്ള പുനരധിവാസം, അവരുടെ തൊഴിൽ, അവരുടെ ആരോഗ്യം, അവരുടെ മറ്റു തരത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം മുന്നിൽ കാണുന്നുണ്ടോ? എങ്കിൽ ഇതിനെടുക്കാവുന്ന ഇപ്പോൾ ഫേസ് ടു ഓരോ ഘട്ടങ്ങളായിട്ടാണെങ്കിൽ എടുക്കാവുന്ന പരമാവധി സമയം, ഇതൊക്കെ എത്രത്തോളം നമ്മളിപ്പോൾ കണക്കാക്കാൻ കഴിയുന്ന ഒരു നിലയിലാണ്? വളരെ സമഗ്രവും സൂക്ഷ്മതല പരിശോധനയും എല്ലാം നടത്തി ഭാവിയിൽ ഇത്തരം ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടത്. കേവലം ആൾക്കാരുടെ താമസം മാത്രമല്ല, അവരുടെ താമസത്തിൻ്റെ വിഷയമുണ്ട്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ആരോഗ്യ വിഷയങ്ങളുണ്ട്, ജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിലിൻ്റെ കാര്യങ്ങളുണ്ട്. അവർ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലാണ്. അത്തരം വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ആധുനിക ലോകം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, ആ അർത്ഥത്തിലുള്ള സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതിയാണ് സ്വാഭാവികമായിട്ടും സർക്കാർ വിഭാവനം ചെയ്യുക എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു ടൗൺഷിപ്പ് തന്നെ, ഒരു പുതിയ ജനവാസ കേന്ദ്രം തന്നെ സൃഷ്ടിക്കണം എന്നാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിതിൽ പോകുന്നില്ല. 84-ൽ, പിന്നീട് 2019, ഇപ്പോൾ 2024. എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ക്യാമ്പുകളിൽ മറ്റു കാര്യങ്ങളെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഏറ്റവും ജനാധിപത്യപരമായും ഏറ്റവും സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. സംഭവം ഉണ്ടായ ഉടനെ തന്നെ 14ഓളം മന്ത്രിമാർ വയനാട്ടിൽ എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നീട് ജില്ലയിലെ ജനപ്രതിനിധികൾ, സർവകക്ഷി നേതാക്കൾ എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കേട്ടു. അങ്ങനെ ഏറ്റവും ജനാധിപത്യപരവും ഏറ്റവും സുതാര്യവുമായ രീതിയിലുള്ള ഒരു
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം മുതൽ നേതൃത്വം കൊടുത്തിരുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദാഹരണമായിട്ട് കുട്ടികളുടെ കാര്യം എടുക്കുക. 658 കുട്ടികളാണ് GLP മുണ്ടക്കൈ സ്കൂളിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയിലും കൂടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 658ആണ്. അതിൽ വെള്ളാർമല സ്കൂളിലെ 33 കുട്ടികളും മുണ്ടക്കൈ സ്കൂളിലെ 11 കുട്ടികൾ ഉൾപ്പെടെ 44 കുട്ടികൾ മരിച്ചു പോവുകയോ മിസ്സിംഗ് ആവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരില്ല. അതും കൂടി കഴിച്ചാൽ 614 കുട്ടികളാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരാണ് ഭാവി തലമുറയാണ്, കുട്ടികളാണ്. അവരുടെ മാനസികവും കായികവുമായ സംസ്കരണമാണ് വിദ്യാഭ്യാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പരമപ്രധാനമാണ്. അതിനെന്താണ് ചെയ്യാൻ കഴിയുക? അവരെ ഇപ്പോൾ ആ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ കഴിയുമോ? വേറെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം? അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുയോജ്യമായ സ്ഥലം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അവർ കുട്ടികളെക്കും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഒക്കെ യോജിപ്പിച്ച് തന്നെ നിർത്താൻ വേണ്ടി കഴിയണം. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തു എന്നത് മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ അവിടെ എത്തേണ്ടി വരും. ഇപ്പോൾ ചൂരൽമല ഒരു കുട്ടിക്ക് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. നമ്മൾ ഉദാഹരണമായിട്ടാണ് പറയുന്നത്. മേപ്പാടിയാണ് പഠിക്കാൻ സൗകര്യമെങ്കിൽ അവിടെ എത്തിക്കണം കുട്ടികളെ. അവരുടെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കുറവുണ്ടാകാൻ വേണ്ടി പാടില്ല. ആ രീതിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. പുനരധിവാസത്തിൽ മറ്റൊരു വിഷയമാണ് നിരവധി കുടുംബങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒരു കുടുംബത്തിൽ ജഗദീഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മൂത്ത മകൻ, ആ കുടുംബത്തിൽ 4 പേരാണുള്ളത്. ജഗദീഷ്, ഭാര്യ, 2 മക്കൾ. ഇളയ മകൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. 3 പേരും, അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനും നഷ്ടപ്പെട്ടു. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ജീവിച്ചിരുന്ന വീട് അവിടെയില്ല, അച്ഛനില്ല, അമ്മയില്ല, മൂത്ത ജ്യേഷ്ഠനില്ല. അവൻ്റെ തുടർ വിദ്യാഭ്യാസം എങ്ങനെയാണ്? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുക? അതിനെന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക? എന്തെല്ലാം ആവശ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്ന് നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേപ്പാടി പഞ്ചായത്തിൽ ഒരു മുൻകാല അനുഭവം മേപ്പാടി പഞ്ചായത്തിനുണ്ട്. പുത്തുമലയുമായി ബന്ധപ്പെട്ട് കണക്കുകളൊക്കെ ശരിയാക്കുന്നത്. ആ അനുഭവം കൂടി പശ്ചാത്തലത്തിൽ അവർ യോഗങ്ങളെല്ലാം ചേർന്ന് ചില കണക്കുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കുറേയും കൂടി കൃത്യതയിലേക്ക് വരണം. ഒരാളും വിട്ടുപോകാതിരിക്കാണ്, കൃത്യതയിലേക്ക് വരണം. അതെല്ലാം നമുക്ക് അതിനുള്ള മെക്കാനിസമൊക്കെ നമുക്കുണ്ട്, അത് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വീടുകളാണ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നത്? എത്ര വീടുകളാണ് ഭാഗികമായി തകർന്നു പോയിരിക്കുന്നത്? എത്ര വീടുകളിലാണ് ഇനി താമസം ഇല്ലാത്തത്? ചില ആൾക്കാർ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് അയക്കേണ്ടതല്ല ഇത്. അതുകൊണ്ടാണ് മാനസികമായ ഒരു തയ്യാറെടുപ്പിനും കൂടി ആളുകൾ അതും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാരെ എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും? മറ്റൊന്ന്, നല്ലൊരു പഠനം നടത്തി, പരിസ്ഥിതി ആഘാത പഠനം നടത്തി അവിടെ ഇനി താമസയോഗ്യമാണോ? വീടൊക്കെ നല്ലതായിരിക്കാം, താമസയോഗ്യമാണോ? ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാലാണ് ഈ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുക. മറ്റൊന്ന്, ചെറിയ കുട്ടികളുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു, നോക്കാൻ ആരുമില്ല. ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ട്. അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ആരാണ് അവരുടെ രക്ഷാകർത്തൃത്വം ഏൽക്കാൻ വേണ്ടി കഴിയുക? അതിന് ഗവൺമെൻറ് എന്താണ്, സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ എന്താണ് അതിൽ വിഭാവനം ചെയ്യുന്നത്? ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഏതെല്ലാം രീതിയിൽ ഇപ്പം അവിടെ ഭൂമി ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഭൂമി അവിടെയും താമസം വേറെ എവിടെയും, അത് കൃഷി, അതെല്ലാം കൂട്ടായ ചർച്ചയിലൂടെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ അപ്പുറം. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ചില കാര്യങ്ങൾ കൂടി അതിൽ ഉണ്ട്. ഞാനൊന്ന് ഡോക്ടർ മുഹമ്മദ് ഇർഷാദിലേക്ക് പോവുകയാണ്. ഡോക്ടർ മുഹമ്മദ് ഇർഷാദ്, ഇപ്പോൾ ഈ പറഞ്ഞ 2 ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന 2 രാഷ്ട്രീയ നേതാക്കളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മോട്. അപ്പോൾ ഇത്ര വിപുലമായ ഒരു പുനരധിവാസ പദ്ധതി ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുമ്പ് വേണ്ടി വന്നിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ പുനരധിവാസങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. അതിൽ അങ്ങും ഇങ്ങൊക്കെ ഇപ്പോഴും പരാതികൾ നിലനിൽക്കുന്നുമുണ്ട്.
പക്ഷെ അത്തരം പരാതികൾ പോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ശ്രീ CK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ അവസാനത്തെ ആൾക്ക് വരെ അതിനകത്ത് ഒരു പൂർണ്ണമായ ഉറപ്പോടുകൂടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? എന്താണ് നമുക്ക് മുന്നിലുള്ള ലോകത്ത് തന്നെയുള്ള മുൻമാതൃക, അല്ലെങ്കിൽ രാജ്യത്ത് നമുക്ക് അങ്ങനെ കാണാവുന്ന മുൻമാതൃക എന്താണ്? ഇതിനു വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്ന വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകൾ എന്താണ്? ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച രണ്ട് വ്യക്തികൾ, അവർ ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ വ്യക്തികളെല്ലാവരും തന്നെ ആ മേഖലയിൽ ജനങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നേരിട്ട് കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബൃഹത്തായ പുനരധിവാസ പദ്ധതി സ്വപ്നം കാണാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കണമെന്ന് വിശ്വസിക്കാനും ജനങ്ങളോട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള എല്ലാവിധ ധാർമ്മികവും ജനാധിപത്യപരമായ അവകാശങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഇപ്പം സിദ്ദിഖ് MLA പറഞ്ഞു, ശശീന്ദ്ര സഖാവ് പറയുന്നു, നമ്മളൊരു സമഗ്രമായ പുനരധിവാസം വേണം. പക്ഷെ നമ്മൾ ആദ്യം കാണേണ്ട പുനരധിവാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. പുനരധിവാസം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ദുരന്തം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ചാനലുകൾ കാണിക്കുന്നു, എല്ലാ പത്രമാധ്യമങ്ങളും അവിടുത്തെ ആ മനുഷ്യന്റെ പ്രയാസങ്ങൾ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ഘട്ടം ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ സാഹചര്യത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നിലവിലെ സർക്കാർ വികസന പദ്ധതികളുമായി ചേർന്ന് പോകുന്ന ഒരു പ്രക്രിയ. അതൊന്ന്. രണ്ടാമത്, ഈ പുനരധിവാസം ഒരു സർക്കാർ പ്രക്രിയയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു ടെക്നിക്കൽ സൊല്യൂഷൻ, അതായത് അടിസ്ഥാനപരമായിട്ട് പരിഹരിക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. അവിടെയാണ് നമ്മൾ കേട്ടു ഒരുപാട് ആൾക്കാർ വീടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും ഒക്കെ. അപ്പം ആദ്യം ഈ വീടെന്ന് പറയുന്ന ഒരു ആശയമാണ് എല്ലാ പുനരധിവാസ പദ്ധതികളും മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും ഇതിന്റെ മറുവശം ഈ വീട് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമായിട്ട് പലപ്പോഴും പുനരധിവാസ പദ്ധതികൾ ചുരുങ്ങിയ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അത് 2004 സുനാമിക്ക് ശേഷം 52 കോളനികളിലായിട്ട് 1100ഓളം കുടുംബങ്ങൾ ചുരുക്കപ്പെട്ടു. മാത്രമല്ല, നമ്മൾ പുനരധിവാസ കോളനികളുടെ ഒരു ചരിത്രം നോക്കിയാൽ പഴയ MN ഹൗസിംഗ് കോളനി സംവിധാനം വഴിയുള്ള 365 400 സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കുന്ന പരിമിതമായ ഒരു അവസ്ഥയിലാണ് പുനരധിവാസമായിട്ട് പൊതുവെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ പലപ്പോഴും നമ്മുടെ ഈ വിവിധ മനുഷ്യാവകാശ ലംഘനമായിട്ട് കാണാറുണ്ട്. കാരണം ദ വിക്ടിംഹുഡ് ഇസ് കണ്ടിന്യൂയിങ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പുനരധിവാസ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ അതിന്റെ ഒരു ഇരയായി, അതിന്റെ ഒരു ഐഡന്റിറ്റിയോട് ജീവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സുനാമി കോളനിയുമായി ബന്ധപ്പെട്ട പല പഠനങ്ങൾ. അപ്പം അതിനെ മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, 2017 ഓക്കി സൈക്കിൾ ഉണ്ടാവും, 2018 19 ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ മഴക്കെടുതികളെ പോലെ ഇവിടെ ഈ നാളിതുവരെ കേരളം പോലെ ഈ മനുഷ്യ വിഭവശേഷിയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം, മനുഷ്യന്റെ അറിവ് കൊണ്ട് സമ്പന്നമായ ഒരു സംസ്ഥാനം, അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നാകെ ഒരു ദുരന്തത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഈ പുനരധിവാസം എന്ന ആശയത്തെ ഈ കേരളം മുന്നോട്ട് വെക്കുന്ന കേരള വികസന മാതൃക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പങ്കുവെക്കുന്ന മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചും അവിടുത്തെ കട്ടതളിക്കുന്ന മനുഷ്യരുടെ ഭാവിയെക്കുറിച്ചും നമുക്കൊക്കെ പങ്കുവെക്കുന്ന ഈ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം, ഈ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഒരു മറുപടി എന്നാൽ അങ്ങനെ കഴിയാൻ അങ്ങനെ ഒരു പുനരധിവാസ പദ്ധതി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിന് പിന്നിൽ നമുക്കൊരു മാതൃകയില്ല എന്നുള്ളത്. ഒരു പുതിയ മാതൃക സൃഷ്ടിക്കലാണ് പുനരധിവാസം. ഇതിപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, പല പുനരധിവാസ കോളനിയിലും ഒരേ തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ആയിട്ട് മാറി. സെറ്റിൽമെന്റുകളല്ല പുനരധിവാസം. മറ്റൊന്ന്, ഈ ശശീന്ദ്ര സഖാവ് പറഞ്ഞ പോലെ ഈ പുനരധിവാസം വീടുകൾ കേന്ദ്രീകരിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ നിലവിലെ കേരളത്തിൽ ഹൗസിംഗ് സ്കീം ഏതാണ്? നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് മിഷൻ പ്രോജക്റ്റാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ
വീട് നഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവർക്കും തന്നെ നിലവിൽ ഏത് പദ്ധതിയാണ് സർക്കാർ ഭവന സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നത് ആ പദ്ധതിയിലേക്ക് ഈ പുനരധിവാസ പദ്ധതി മെർജ് ചെയ്യുക എന്ന് പറയുന്നതാണ് നിലവിലെ ഒരു ബ്യൂറോക്രാറ്റിക് രീതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഒരു നോർമൽ ഒരു സാധാരണ അവസ്ഥയിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സൃഷ്ടിച്ച ഒരു ഭവന നിർമ്മാണം എന്ന പദ്ധതി അതിന്റെ പരിധിയിൽ കവിഞ്ഞ ബാധ്യത പലപ്പോഴും പുനരധിവാസമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പോ കവളപ്പാറയിൽ ഇന്നും പൂർണ്ണമായിട്ടും പുനരധിവാസം നടന്നിട്ടില്ല. അതൊരു പക്ഷെ. രണ്ടാമത് ഇപ്പൊ നമ്മൾ ഈ വയനാട് പ്രദേശം നോക്കിയാൽ വീട് ഒരു വശത്ത്, മറിച്ച് തൊഴിലും പുനരധിവാസത്തിന്റെ ഭാഗമാണ്. എന്ത് തരം തൊഴിൽ? ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരുപാട് ചെറുകിട കർഷകരുണ്ട്. നാളിതുവരെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പൊതുവെ ഇന്ത്യ ഒട്ടാകെ ഈ ഭൂമി വീട് വയ്ക്കാൻ ഭൂമി കൊടുക്കും, പക്ഷെ കൃഷിഭൂമി നഷ്ടപരിഹാരമായിട്ടോ പകരം കൃഷിഭൂമി കൊടുക്കുക എന്ന് പറയുന്നത് ഇതുവരെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയ ഒരു ചരിത്രം കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. കവളപ്പാറയിലൊക്കെ പല തരത്തിൽ ഇങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജനപ്രതിനിധികൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഭൂമി കണ്ടെത്താനോ അല്ലെങ്കിൽ പകരം ഭൂമി കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ വരുന്ന ചെറുകിട കർഷകരുടെ 1 ഏക്കർ 2 ഏക്കർ താഴെ കൃഷി ചെയ്യുന്ന ഈ കർഷകരുടെ തൊഴിൽ പുനരധിവാസത്തിന് എന്ത് സംഭവിക്കുന്നു? മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നമുക്ക് അങ്ങനെ വലിയൊരു ആശങ്കയുടെ അവസ്ഥ കേരളത്തില്. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസ്ഥയുണ്ടാവും. മറ്റൊരു വശം ഈ പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് സെക്കൻഡറി എഫക്ട് ഓഫ് ഡിസാസ്റ്റർ. അതായത് ഒരു ദുരന്തമുണ്ടായി, ഇതിനെ മറികടന്ന മനുഷ്യരിലേക്ക് ജീവിതകാലം മുഴുവൻ പുനരധിവാസം ഒരു ദുരന്തമായി മാറും. അതായത് നിങ്ങൾ പരിമിതമായ വീടുകളിൽ കൊടുക്കുക. ഇപ്പൊ 4 സെന്റ് ഒരു വീട് വെച്ച് കൊടുക്കുന്ന വ്യക്തി, അവിടെ കുടുംബങ്ങൾ വികസിക്കുന്നു, അവർ ലിവിങ് സ്പേസ് കുറയുകയാണ്. ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ അടങ്ങുന്നതാണ് പുനരധിവാസ പദ്ധതി. അപ്പം സർക്കാർ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ബൃഹത്തായ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് പറയുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇപ്പം ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനും അത്യാവശ്യമായി ചെലവുകൾക്ക് പണം കണ്ടെത്താം. പക്ഷെ പുനരധിവാസം എന്ന് പറയുന്നത് അതാത് സർക്കാരുകളുടെ ബഹുഭൂരിപക്ഷം സർക്കാരുകളെ ബജറ്റ് അലൊക്കേഷൻ എന്ന് വരേണ്ടതാണ്. തനതായ സോഴ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം സാമ്പത്തിക ബാധ്യത കേരളം പോലെ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം അത് ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ നമുക്ക് ഇന്ന് ഒരുപാട് ആവലാതികളുണ്ട്. മറ്റൊന്ന്, ഇപ്പൊ പുനരധിവാസത്തിന് മറ്റൊരു ശശി തറാവ് പറഞ്ഞവരെ മാറ്റിപ്പാർപ്പിക്കും. അപ്പൊ എവിടെയാണ് ഇപ്പൊ പുനരധിവാസം നമ്മൾ ഒരു കാര്യം കൂടെ കാണും, ഇതൊരു എക്കോസിസ്റ്റമാണ്. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി മനുഷ്യൻ മാത്രമല്ല, സാമൂഹികമായ ഒരു എക്കോസിസ്റ്റമുണ്ട്. മനുഷ്യന്റെ തൊഴിലിടങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, കളക്റ്റീവ്, അങ്ങനെ പല റൈറ്റുകൾ, അവകാശങ്ങൾ എല്ലാം ചേർന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് നമ്മൾ ഈ പുനരധിവാസം വിഭാവന ചെയ്യുന്നത്. എന്നാൽ ഫലത്തിൽ ബ്യൂറോക്രസി നിർണ്ണയിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സർക്കാരിന്റെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഭൂമി കൊടുക്കാൻ സർക്കാർ ഭൂമി തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ്. അത് ചില നിയമങ്ങളുടെയും ചില സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മറ്റു മനുഷ്യർക്ക്, ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ല. ഇങ്ങനെയുള്ള നിയമപരമായ പ്രതിസന്ധികളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വിഭാവന ചെയ്യുന്ന ഒരു പുനരധിവാസവും പ്രായോഗിക തലത്തിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ തമ്മിലുള്ള അന്തരം ഇവിടെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കാരണം ഇപ്പം 17, 18, 19 ഒക്കെ, അതായത് ഒരു ദുരന്തം കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് റിസ്ക് റിട്ടേൺ എന്ന് പറയും. ഇതിനുള്ള സമയപരിധി കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള സംസ്ഥാനത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യന് അതിനോട് പ്രതികരിക്കാനുള്ള സാമ്പത്തികവും സാമൂഹികവും. തീർച്ചയായും വളരെ ശരിയായ നിലപാടാണ്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ മുഹമ്മദ് ഇർഷാദ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അടിസ്ഥാനപരമായ ഒരു സംഗതിയുണ്ട്. നമ്മൾ പുനരധിവാസം എന്ന് പറയുമ്പോൾ അത് നോട്ട് ജസ്റ്റ് ഹൗസസ് എന്നുള്ളതാണ്. അതൊരു നമുക്കെന്താ ബാക്ക് ടു ഹോം എന്ന് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാമൂഹികമായ ഒരു ജീവിതം കൂടി അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ശ്രീ CK ശശീന്ദ്രൻ, ഇപ്പോൾ ഇതിന് വേണ്ടി വരാവുന്ന
ആ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. അത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലൊരു സംഭാവനയോ അല്ലെങ്കിൽ അതുപോലൊരു കളക്ഷനോ വെച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമല്ല. ഇതിലേക്ക് വലിയ തരത്തിലുള്ള ബജറ്റ് അലോക്കേഷൻ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അടുത്ത ഇനിയുള്ള നമ്മുടെ വർഷങ്ങളിൽ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുകയും ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഈ പുനരധിവാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പിന്നീട് കാലക്രമേണ ഇത് മാറി വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയെങ്കിലും ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ഫ്ലഡിലും അതിലുമൊക്കെ പെട്ട ആളുകൾ പിന്നീട് രാജ്യം മുഴുവൻ അലയുകയാണ്. അവർ യാചിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ വരുന്നതൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ലാത്ത ഈ വളരെ ആധുനികമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ വിഷയം എത്തിപ്പെട്ടത് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ തന്നെ ഒരു വലിയ നേട്ടമായി കാണണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബജറ്റ് അലോക്കേഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? അത് സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതാണോ, അതോ കേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ ഒരു സഹകരണത്തോടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ശ്രീ CK ശശീന്ദ്രൻ? നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നടന്നിരുന്നത്. അതൊരു സംസ്ഥാനത്തിൻ്റെ മാത്രം വിഷയമല്ല. ഈ വിഷയങ്ങൾക്ക് പരിസ്ഥിതി ആഘാതം എന്ന് പറയുന്നതിന് പ്രാദേശിക കാരണങ്ങളുണ്ട്, ദേശീയ കാരണങ്ങളുണ്ട്, സർവ്വദേശീയ കാരണങ്ങളുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് ചുരുക്കി കാണേണ്ടതല്ല. കേന്ദ്രം അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവർണറും ഈ ആവശ്യം ഉന്നയിച്ചതായിട്ട് ഇപ്പം പത്രങ്ങളിൽ വാർത്ത കണ്ടു. അപ്പോൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കുള്ള സഹായം സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ധാർമ്മികമായും ഭരണഘടനാപരമായ ബാധ്യതയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആവശ്യമായ പണം പല രീതിയിൽ നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പം തന്നെ വീടുകൾ പല ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാർ ഭൂമി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള നമുക്ക് സോഴ്സ് കണ്ടെത്താൻ വേണ്ടി കഴിയും. കേരളം ലോകത്തിന് മാതൃകയായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ പുനരധിവാസ പദ്ധതിയും മാതൃകാപരമായ ഒന്നായിരിക്കണം. നേരത്തെ പ്രിയപ്പെട്ട മുഹമ്മദ് ഇവിടെ പറഞ്ഞതുപോലെ ആളുകൾക്ക് വീടുണ്ടാക്കി കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഒരാൾക്കൊരു വീട് നഷ്ടപ്പെട്ടാൽ വീട് കിട്ടിയത് വീട് മാത്രമല്ല, എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കുടിയിരുത്തണം എന്ന അഭിപ്രായം ഉണ്ടാകേണ്ടതില്ല. ഒരാൾ പറയുകയാണ്, ഒരാൾ വിചാരിക്കുകയാണ് അത് ഏറ്റവും ജനാധിപത്യപരമായിട്ട് എന്നെ സങ്കല്പിക്കാൻ കഴിയുമെന്ന് ആലോചിക്കും. ഒരാൾ പറയുകയാണ് എനിക്ക് പുനരധിവാസത്തിന് ഇന്ന സ്ഥലത്ത് ഞാൻ വേറെ പോയി താമസിച്ചോളാം. അപ്പോൾ അതിനൊരു എത്ര പൈസ അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും. അതിൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല, പറയേണ്ട ആളുമല്ല ഞാൻ. അതുകൊണ്ട് അങ്ങനെ നിശ്ചയിക്കുന്ന തുക എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ വിടുന്നതിന് എന്താ കുഴപ്പം? നിർബന്ധിച്ച് ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അവർക്കുൾപ്പെടെ ഈ ടൗൺഷിപ്പിലുൾപ്പെടെ അവർക്കുൾപ്പെടെയുള്ള ജീവിതത്തിന്റെ ഒരു സാധ്യതയും കൂടി നമുക്ക് ആരായേണ്ടതുണ്ട്. അല്ല, അവിടെ ഒരു പോയിന്റാണ് താങ്കൾ ഉന്നയിച്ചത് ശ്രീ ശശീന്ദ്രൻ. വളരെ കൃത്യമായൊരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. അതായത് വേറൊരു സ്ഥലത്ത് ഞാൻ സ്ഥലം വാങ്ങി ഞാൻ അവിടെ ജീവിക്കാം എന്നുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുക, ആ തുക അവർക്ക് കൈമാറുക എന്നുള്ളത് ശരിയാണ്. അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ നമ്മളിപ്പോൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടേക്ക് പുനരധിവസിപ്പിക്കുന്ന ആളുകൾക്ക് ആ ഭൂമിയുടെ അവകാശം അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അതൊരിക്കലും അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. അപ്പം നേരത്തെ ഭൂമി സ്വന്തം നിലക്കുണ്ടായിരുന്ന ആളുകൾ ഇതുപോലെ പുനരധിവസിക്കപ്പെട്ട സർക്കാർ ഭൂമിയിലേക്ക് മാറുമ്പോൾ അവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ഇല്ലാതെ പോകുന്നു. ഞാൻ ശ്രീ ടി സിദ്ദിഖ് MLA അത് അക്കാര്യത്തിൽ ഒരു നിലപാട് കൂടി എടുക്കേണ്ടി വരുമോ ഇത്തവണ നമുക്ക്? കാരണം ഇത്രയധികം ആളുകൾ താങ്കൾ പറയുന്ന പോലെ ഇത്രയധികം ആളുകൾ അവിടെ നിന്ന് ഉൾപ്പെടെ മാറുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും താമസിക്കുന്ന ആളുകളെ കൂടി മാറ്റി പാർപ്പിക്കണമെങ്കിൽ അവരുടെ ഈ ഭൂമിയുടെ വില ഉൾപ്പെടെ അവർക്കൊരു അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ ഇർഷാദ് പറഞ്ഞ പോലെ സമഗ്രമായ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഈ കാര്യങ്ങളിൽ നമ്മളൊരു പുതിയ മാതൃക സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു വലിയ ചിന്ത ആവശ്യമാണ്. അതിലേക്ക് എത്തുമോ നമ്മൾ? പ്രമോദ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇതിൽ പുത്തുമലയിൽ നമ്മൾ പൂത്തക്കൊല്ലിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ടൗൺഷിപ്പ് ഒരു നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഒരു പുനരധിവാസം വിവിധ സംഘടനകൾ ഏറ്റെടുത്തതായിരിക്കുന്ന വീടുകൾ കുറേ പേർ നന്നായി പൂർത്തീകരിച്ചു, കുറച്ച് പേർ കുറച്ച് ലേറ്റായി പൂർത്തീകരിച്ചു. അതേസമയത്ത് സർക്കാർ പണം കൊടുത്തതായിരിക്കുന്ന ആളുകൾ പലയിടത്തും കിട്ടാത്തതായിരിക്കുന്ന ലിസ്റ്റിൽ പെടാത്തതായിരിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലെ കോൺഫ്ലിക്റ്റിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭവന നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാത്തതായ ആളുകൾ ഇപ്പോഴും നിൽക്കുകയാണ്. ആ ഒരു ഇഷ്യൂ. രണ്ടാമത്തത്, ഇവരിപ്പോൾ അവിടെ നിന്ന് നേരെ പോയിരിക്കുന്നത് കുടുംബങ്ങളുടെ വീടുകളിലേക്കാണ്. അവർ ആ കുടുംബത്തിൻ്റെ വീടിനടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഫീലിംഗ് ഉള്ളത്. അങ്ങനെയെങ്കിൽ അത്തരം ആളുകളുടെ പുനരധിവാസം സംബന്ധിച്ച് ഈ ടൗൺഷിപ്പിൽ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൽ എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റും? ഒന്ന്. രണ്ട്, ആ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നതായ ആളുകളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം അതെങ്ങനെ കൈകാര്യം ചെയ്യും? അവിടെ അവർക്ക് സ്ഥലം മേടിക്കണം, അവിടെ അവർക്ക് വീടുണ്ടാക്കണം, അവിടെ അവർക്ക് ലൈവ്ലിഹുഡ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം, അതൊരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ വളരെയധികം പോസിറ്റീവായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ കാര്യത്തിൽ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന വിഭാഗീയതയുമില്ലാതെ ലോകത്തുള്ളതായിരിക്കുന്ന മലയാളികളും ഇന്ത്യക്കാർ മുഴുവൻ ഈ കാര്യത്തിൽ ഒരുമിച്ച് കൈകോർക്കുകയാണ്. ഈ വലിയതായ ബുദ്ധിമുട്ട് അതിജീവിക്കാൻ എന്തെല്ലാം രീതിയിലുള്ള പിൻബലം ഉണ്ടാകണോ അതിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി വന്നു, ആദ്യത്തെ ദിവസത്തെ സന്ദർശനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് പോകാൻ എനിക്ക് സാധ്യമല്ല, എൻ്റെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്യണം, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം അദ്ദേഹം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മീറ്റിംഗ് വിളിച്ചു, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു. അദ്ദേഹം അതിൻ്റെ ഓപ്പറേഷൻസ് ഹെഡ്, കമാൻഡ് ഹെഡ് ശ്രീ സേതുരാമൻ ഉൾപ്പെടെ, ശ്രീ ADGP ശ്രീ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള DMO ഉൾപ്പെടെയുള്ള DC ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ മുഴുവൻ DFO ഉൾപ്പെടെ CCF ഉൾപ്പെടെ എല്ലാവരുമായി അദ്ദേഹം നേരിട്ട് സംസാരിച്ചു, മന്ത്രിമാരുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു 100+ വീട് എന്നതാണ്. 100+ വീട്. അങ്ങനെ ഓരോ ഇടത്തും ഓരോ ആളുകളുടെ 100+ എന്ന് പറഞ്ഞാൽ 100 നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. ഓരോ ഇടത്തും കാരുണ്യത്തിൻ്റെ വലിയ പ്രവാഹമുണ്ട്. പ്രവാസികൾ, നാട്ടിലുള്ള ആളുകൾ, ബിസിനസ് ആളുകൾ, ഏറ്റവും കെൽപ്പുള്ളതായിരിക്കുന്ന രീതിയിൽ ഓരോ സംഘം, ഇപ്പോൾ CPM-ന് പറയാം, CPM പറയും, സ്വാഭാവികമായി യുവജന സംഘടനകൾ പറയും, മുസ്ലിം ലീഗ് അവരുടെ ക്രമീകരണം ആരംഭിച്ചു കഴിഞ്ഞു, BJP അവരുടെ ക്രമീകരണം ആരംഭിച്ചു, CMDRF ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിംഗ് ഉണ്ട്, ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള മലയാളികളുടെ ഫണ്ടിംഗ് ഉണ്ട്. സ്വാഭാവികമായി സാമ്പത്തികമായിട്ടുള്ള ഒരു തടസ്സം ഇതിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തിന് സർക്കാരിന് ഒരിക്കൽ പോലും ഒരു താങ്ങാവില്ല. അവർക്ക് നൽകാവുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ, എല്ലാം തകർന്നവർ, എല്ലാം പോയവർ, ജീവിതത്തിൽ ഒന്നും ഇല്ലാതെ മൈനസിലേക്ക് നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഇനി ആകെയുള്ളത് അത് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമ്പോൾ അവർ അവരുടെ സങ്കടം പറയുന്നത് എങ്ങനെ ആശ്വസിപ്പിക്കും? 6 മണിക്കൂർ ഒരു ഗ്രില്ലിൽ പിടിച്ച് തൻ്റെ ഗ്രാൻഡ് മദറിനെ രക്ഷിച്ചതായിരിക്കുന്ന ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ കഥ പറയാനുണ്ട്. കരഞ്ഞിട്ട് പറയാൻ അവന് വയ്യ. NCC ക്യാമ്പിൽ പോയതിന്റെ ഭാഗമായി മാത്രം രക്ഷപ്പെട്ടതായിരിക്കുന്ന താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. എല്ലാവരും ചേരുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാകണം എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ പോലെ പിന്നെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവിടെ പിന്നെ മന്ത്രി റിയാസ് ഉണ്ടായിരുന്നു, റിയാസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെയെല്ലാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അതിന് മുഴുവൻ ഇപ്പോൾ ഇന്ന് മോഹൻലാൽ അവിടെ എത്തി, അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി, ഇതെല്ലാം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഞാൻ ശ്രീ CK ശശീന്ദ്രൻ, അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴെ തലത്തിലേക്ക് വരുമ്പോൾ, സമയം കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ, ഇതിൻ്റെ ഒരു ആഘാതമൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു വരുമ്പോഴൊക്കെ പിന്നീട് ഈ ബ്യൂറോക്രസിയിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസറോ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? റിഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥനല്ല ചുമതലപ്പെടുത്തേണ്ടത്, ഒരു നോഡൽ ഓഫീസറെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ വയനാട്ടിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഒരു IAS കേഡറെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ സാംബശിവ റാവു ഇവിടെയുണ്ട്.
അതുപോലെയുള്ള അതൊക്കെ ഗവൺമെൻറ്റാണ് തീരുമാനം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആരാണ് എന്താണെന്നൊക്കെ അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അത്തരം ഒരു സംവിധാനം ഉറപ്പാക്കണം. തികച്ചും നേരത്തെ ഇവിടെ എല്ലാവരും ഇക്കാര്യത്തിൽ എല്ലാവരുടെയും മനസ്സൊന്നാണ്. ആർക്കെങ്കിലും ഒരു ഈ ക്യാമ്പുകളിൽ ആൾ എത്തിക്കുന്നത്, അവരുടെ പരിചരണം, ആളുകൾ വലിയ രീതിയിലല്ല അതിനോട് സഹകരിച്ചുള്ളത്. തീർച്ചയായും സമയം നീങ്ങുന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി മാത്രം ഡോക്ടർ ഇർഷാദിനോട് ചോദിക്കാനുണ്ട്. ഇർഷാദ്, ഈ പറഞ്ഞ നിലയിൽ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ ബോധം മറ്റൊരു റിസോഴ്സാണ്. നമുക്ക് ആ റിസോഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മുൻമാതൃകകളെ ഇല്ലാത്ത ഈ ഒരു വിഷയത്തിൽ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയേണ്ടതല്ലേ? നമ്മുടെ ബാക്കി കാര്യങ്ങൾ, ബാക്കി ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കുറച്ച് ജടിലതകൾ മാറ്റിവെച്ചാൽ. തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിന്റെ ഇപ്പം സിദ്ദീഖും റാവുഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാമൂഹ്യ ബോധം അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, പുനരധിവാസം എന്നാൽ ഒരു കേവലം ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്ന പദ്ധതി മാത്രമല്ല. ഇവിടെ ഭൂമിയുടെ പുറത്തുള്ള അവകാശം പോലും പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒറ്റപ്പെട്ട ചില മൂവ്മെന്റുകൾ പല സ്ഥലത്തും നടന്നു. പക്ഷെ നമ്മൾ ഇപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു വലിയ രീതിയിലുള്ള നമ്മൾ പുനരധിവാസത്തെ പുനർനിർമ്മിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വലിയൊരു സമ്മർദ്ദം പലപ്പോഴും ഉണ്ടാകാറില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഈ പറഞ്ഞ ബ്യൂറോക്രസി ഡിസൈൻ ചെയ്യുന്ന ഒരു പുനരധിവാസം എന്ന ആശയത്തിലേക്ക് പോവുകയാണ് പതിവ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ 2018-ലും 19-ലും ഒക്കെ നമുക്ക് വലിയ മാതൃക ആകേണ്ടതായിരുന്നു. കേരളം ലോകത്തിനു മുന്നിൽ പ്രമോദ് പറഞ്ഞ പോലെ വലിയൊരു നമ്മുടെ ഈ കളക്റ്റീവ് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരുപോലെ ചിന്തിക്കുന്നു പറയുമ്പോൾ ഈ കളക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരുന്നെങ്കിൽ 2018-ൽ നമുക്കൊരു മാതൃക സൃഷ്ടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ വീണ്ടും നമ്മൾ ആ ഒരു ബോധത്തിലേക്ക് ഇപ്പൊ സദ്ദീഖ് പറഞ്ഞ പോലെ നമുക്ക് പണം കണ്ടെത്താൻ പല സോഴ്സിലുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ പണം ഒരു ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും അത് എങ്ങനെ ചെലവഴിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പദ്ധതികളാണ് വിഭാവന ചെയ്യേണ്ടതെന്നുള്ള ഇപ്പം ടൗൺഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ആ പ്രദേശത്തെ ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രായോഗികമാകണമെന്നില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച ടൗൺഷിപ്പ് ആയിരിക്കും. ജനങ്ങളുടെ മുന്നിൽ ടൗൺഷിപ്പ് അല്ല ഇപ്പോഴത്തെ വിഷയം, സുരക്ഷിതത്വമാണ്. അത് ഇക്കോളജിക്കൽ സെക്യൂരിറ്റി ഉണ്ട്, സാമ്പത്തികമായ സെക്യൂരിറ്റി ഉണ്ട്, നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥ മറികടക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇതായിരിക്കണം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇപ്പം ടൗൺഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡിസൈൻഡ് റീഹാബിലിറ്റേഷൻ ആണ്, ഒരു 4 പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പുനരധിവാസം. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു ടൗൺഷിപ്പ് നഷ്ടപ്പെട്ടു, നമ്മൾ മറ്റൊന്ന് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഒരു ബ്യൂറോക്രാറ്റിക് ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അതല്ല. മനുഷ്യന്റെ ഇന്നിപ്പോ നമ്മുടെ മുന്നിലുള്ള ആവശ്യം ഒന്നാണ്. കേരളം ഈ പറഞ്ഞ പോലുള്ള നമ്മുടെ വികസനത്തിനെ കുറിച്ചിട്ടുള്ള പ്രയോറിറ്റികൾ മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു. ഈ മാറുന്ന ചിന്ത, പരിസ്ഥിതിയെ കുറിച്ചിട്ട് നമ്മുടെ ചിന്ത, ഈ ചിന്തകളെല്ലാം പുനരധിവാസം എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. തീർച്ചയായും ഒരു പാരിസ്ഥിതിക ബോധം ആ ഒരു സിദ്ധാന്തം കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പുനരധിവാസ ചിന്തകൾ എന്നുള്ള കാര്യത്തിൽ. അതെ, ഞാനൊന്ന് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഡോക്ടർ ഇർഷാദ്, അതുപോലെ തന്നെ ശ്രീ CK ശശീന്ദ്രൻ, T സിദ്ദീഖ് MLA, വളരെ നന്ദി ഈ വിഷയത്തിലുള്ള ഇത്രയെങ്കിലുമുള്ള ആലോചനകളിൽ പങ്കെടുത്തതിന്. നമുക്ക് സ്പെഷ്യൽ എഡിഷൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പുത്തുമല ഉരുൾപൊട്ടിപ്പോ ഇതേപോലെ നിങ്ങൾ ഇതേ ക്യാമ്പ് ഞങ്ങൾ എടുത്തില്ലേ? അവിടെ നിന്ന് എടുത്തില്ലേ? എല്ലാ സ്ഥലത്തുനിന്ന് എടുത്തു പോയില്ലേ? കുറഞ്ഞ ഒരാൾക്ക് വീട് വെച്ചു. ഞങ്ങളെ വീണ്ടും കുഴി തന്നെ ഇട്ടില്ലേ? വീണ്ടും ഇതേ പൊട്ടിയില്ലേ? കുട്ടി എവിടെ പോയോ? കരഞ്ഞവരൊന്നും ഇപ്പൊ ഇല്ല സാറേ. എനിക്ക് വേണ്ടി കരഞ്ഞവരെല്ലാം പോയി. ആ ഒന്നാമത്തെ പൊട്ടലിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാര് കരഞ്ഞു വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പൊട്ട് കേട്ടപ്പോ ആ ആൾക്കാരുടെ ശബ്ദമൊന്നുമില്ല.